സൂക്ഷിക്കണം. കാരണം അത് എപ്പോഴാ പിടിക്കാന്ന് അറിയില്ല. ഉൾക്കൊള്ളാതെ ടച്ച് ചെയ്താൽ പതുക്കെ പതുക്കെ തലോ. റോസാപ്പൂവിന്റെ ഇതളിൽ പിടിച്ചു. ഞാൻ പറഞ്ഞില്ലേ മുള്ളുള്ളാണ്. സൂക്ഷിച്ച് സൂക്ഷിച്ച്. അല്ലേ എന്താണ്? മുള്ളുണ്ടല്ലോ. ഇടിച്ചക്ക് മുള്ളു പാടില്ല. അല്ല ഇത് ഇങ്ങനെ ഇത് കൈതച്ചക്ക. ഉറപ്പിച്ചാണോ? അതാ മുള്ളു. കാരണം ഇത് അറിയാലോ ഇതിന്റെ ഒരു സീരിയസ്നെസ്. ഇതുപോലെ ഞാൻ കുടിക്കേണ്ടി വരും. ഇത് കൈതച്ചക്ക. ഉറപ്പിച്ചു. ഒരു തരം, രണ്ടരം, മൂന്നരം മാറ്റി പറയരുത്. ഇല്ല. ഉറപ്പല്ലേ? കൈതച്ചക്ക, പൈനാപ്പിൾ അല്ലേ അതിലുദ്ദേശിച്ച്? ഓക്കെ. ആകെ ഒരു സാധനം ഉള്ളായിരുന്നു. എടുത്തു, നേരത്തെ എത്തി, കിട്ടി. അത് പെട്ടെന്ന് കിട്ടുന്നു. അത് തന്നെ കോളിഫ്ലവർ. ദിലീപേട്ട സഹായിക്കണം. ഇത് നമ്മള് ദിവസവും നമ്മുടെ സെറ്റിൽ കാണുന്ന ഒരു ഐറ്റം ആണത്. നമ്മള് രാവിലെ വരുമ്പോ നേരെ വെച്ചു ഇത് വെച്ചാണ് നമ്മുടെ ഒരു സിനിമയുടെ ഒരു ദിവസം തുടങ്ങുന്നത്. അങ്ങനെ തന്നെ അങ്ങനെ പോകട്ടെ, പേടിക്കണ്ട. കടിക്കുമെന്നുള്ള മാത്രം ശ്രദ്ധിച്ചു കൈ പോകുമ്പോ. കാരണം ആ ചുണ്ട് കുറിപ്പിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ചുണ്ടിലാണ് കൈവയ്ക്കുന്നത്. അതല്ല, അങ്ങനത്തെ ഒരു സംഭവമല്ല. കയ്യിൽ ഒതുക്കി തേങ്ങ ആണ്. ഇതെന്ത് തേങ്ങയാണ് എന്ന് ചോദിക്കുന്നത്. അവിടെ വിജയിച്ചിരിക്കുന്നു. ഇനി അവസാനത്തെ ആളുടെ അടുത്തേക്ക് എത്തുകയാണ്. അതെ, ഇത് മിക്ക സ്ഥലങ്ങളിലും കാണുന്ന ഒന്നാണ്. പെട്ടെന്ന് മനസ്സിലായി. സൂക്ഷിച്ചു പോണം. ചിലപ്പോ അതിന്റെ അറ്റത്തൊരു കടി പ്രതീക്ഷ. അത് ഇപ്പൊ പവി കെയർ ടേക്കർ, ഫാമിലി ഓഡിയൻസ് എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട്. ഇപ്പൊ ഞാൻ സിനിമ കാണാൻ പോയപ്പോ ഒത്തിരി കുട്ടികളും എല്ലാം പേരൻസ് എല്ലാം വന്നിരുന്നിട്ട് സിനിമ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഭയങ്കര തമാശകളൊക്കെ ഉള്ള ദിലീപേട്ടൻ ഫാക്ടർ ഉള്ള ഒരു സിനിമയാണ്. ഈ സിനിമ തിയേറ്ററിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ ബോഡി ഗാർഡ് എന്ന സിനിമയിൽ നിന്നും അതുപോലെ സമരൻ ബദലമയിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസ്പിറേഷൻ ഈ സിനിമയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? ഈ കഥ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം രാജേഷ് രാഘവനാണ് ഈ കഥ എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്. രാജേഷ് പറയുന്ന സമയത്തും എനിക്ക് അങ്ങനെ ഒരു സിമിലാരിറ്റിയും തോന്നിയിരുന്നില്ല.